ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് വട്ടയപ്പമാണ്. നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ വട്ടയപ്പം. നല്ല മധുരമുള്ളതും കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഈ സമയത്ത് പോയി ബേക്കറിലൊന്നും പോയി മേടിക്കാനും പറ്റത്തില്ല. ലോക്ക്ഡൗൺ ആണ്, വീട്ടിൽ തന്നെ ഇരിപ്പാണ്, പുറത്തേക്കൊന്നും പോകാനും പറ്റില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: 1 ഗ്ലാസ് പച്ചരി, അരമുറി തേങ്ങ, 1 ബൗൾ പഞ്ചസാര, ഈസ്റ്റ്, ഇളം ചൂടുവെള്ളം, 1 ബൗൾ ചോറ്, 1 നുള്ള് ഉപ്പ്, കുറച്ച് ഏലക്ക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നമ്മൾ സാധാരണ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് വെക്കുന്ന പോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുതിർത്ത പച്ചരിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വേണ്ടത് ഇളം ചൂടുവെള്ളമാണ്. അതായത് ഒത്തിരി വെള്ളം ചൂടാകരുത്, ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണം. ഈ 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഈസ്റ്റ് നമ്മൾ ഇട്ട് വെക്കുകയാണ്. ഇനി അരമുറി തേങ്ങ, പിന്നെ 1 ബൗളിൽ ചോറ് വേണം. അത് ഒത്തിരി ചോറ് വേണ്ട, ശകലം ചോറ് മതി. ഞാനിപ്പോൾ ഇത്രയും ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചസാര, ഞാനിവിടെ ഇത്രയും 1 ബൗളിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം മധുരം ഒരു ഒത്തിരി വേണമെന്നില്ല, അതുകൊണ്ട് തന്നെ മധുരം ശകലം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. അപ്പം പ്രത്യേകിച്ചും വട്ടയപ്പത്തിനൊക്കെ നല്ല മധുരം വേണം. അങ്ങനെയുള്ളവർക്ക് മധുരം കൂട്ടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാനിവിടെ ഒരുപാട് പഞ്ചസാര എടുത്തിട്ടില്ല. പിന്നെ 1 നുള്ള് ഉപ്പ്, 1 നുള്ള് ഉപ്പ്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഉപ്പിടുന്നത്. പിന്നെ ഈ ഏലക്ക നമ്മൾ ലാസ്റ്റ് പൊടിച്ച് ചേർക്കാനുള്ളതാണ്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരയ്ക്കാനായിട്ട് പോവുകയാണ്. ആദ്യമേ നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ പച്ചരി ജാറിലേക്ക് ഇടാം. ഇതിന് ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളത്തിലിട്ട ഈസ്റ്റ്, അതിപ്പോൾ നന്നായിട്ട് കലങ്ങി ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, അരമുറി തേങ്ങ, അതുപോലെ തന്നെ 1 ബൗളിൽ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. ചോറ്, പിന്നെ പഞ്ചസാര, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. ഈ പച്ചരിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം, അതായത് നമ്മൾ ഈ ദോശയ്ക്കും ഇഡലിക്കും അരയ്ക്കുന്ന അത്രയും വെള്ളം അപ്പത്തിന് വേണ്ട. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. മിക്കവാറും നമ്മൾ വീട്ടിലാണെങ്കിലും മറ്റേ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ അതെ വെള്ളം ഒന്നെങ്കിൽ കൂടിപ്പോയി, അങ്ങനെ എപ്പോഴും എല്ലാവരും പറയുന്ന കേൾക്കാം. അപ്പോൾ എപ്പോഴും വെള്ളം വളരെ കുറച്ചേ എടുക്കാവുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചോണം. എത്രയാണോ, ഇപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് എടുത്തുകൊണ്ട് ഇതിനനുസരിച്ച് ഞാൻ ഈ പച്ചരിയുടെ മുകളിൽ നിൽക്കത്തക്ക വെള്ളമൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതിലും താഴ്ത്തിയാണ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം കൂടിപ്പോകാതെ ഒഴിച്ചോണം. ഇത് ഞാൻ അരച്ച് വെച്ചിട്ട് ഈ മാവ് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും ഇത് ഒന്ന് ഇരുന്ന് നന്നായിട്ട് പുളിച്ച് വരണം. എന്നെങ്കിൽ പുളിച്ച് പൊങ്ങിയെങ്കിൽ മാത്രമേ ഈ വട്ടയപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അതുമല്ല നല്ല മയം കിട്ടത്തുള്ളൂ. പുളിച്ച് പൊങ്ങണം. അല്ല നമ്മൾ എളുപ്പം അരച്ച് വെച്ചു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മളിരിക്കണം. പിന്നെ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ മാവ് ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ പുളിച്ച് പൊങ്ങും. അതവിടെ ഇരുന്ന് പുളിച്ച് പൊങ്ങട്ടെ. അപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഏലക്ക ഉണ്ടല്ലോ, ഈ ഏലക്ക ഞാൻ ഇവിടെ പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മാവ് ഞാൻ ഒന്നും കൂടെ ഇളക്കുകയാണ്. ഇനി ഇതല്ല ഏലക്ക ഇഷ്ടമില്ല എങ്കിലും ഏലക്ക ഇടണ്ട. ഏലക്കയ്ക്ക് നല്ലൊരു മണവും രുചിയും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതല്ല നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നട്ട്സ് ഇടാം, അല്ലെങ്കിൽ ഉണക്കമുന്തിരി ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും ഇടാൻ ഇഷ്ടമില്ല, നല്ല തൂവെള്ള നിറത്തിലാണ് വട്ടയപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മതി. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ നന്നായിട്ട് മാവൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഞാനിവിടെ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഇഡലിത്തട്ടിലാണ്. ഇനി നമുക്ക് ആവി കയറുന്ന എന്തിനകത്തും നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. ഞാനിവിടെ ഇഡലിത്തട്ടത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു പ്ലേറ്റാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഞാൻ അന്നേരം നന്നായിട്ട് ഈ പ്ലേറ്റിന് മുകളിലും അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ അടിഞ്ഞ് നന്നായിട്ട് എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് തൂത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏത് പ്ലേറ്റ് എടുത്താലും അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കണം.
എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 തവിയോളം മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് പ്ലേറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. തീരെ കനം കുറഞ്ഞതല്ലല്ലോ വട്ടയപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 തവിയെങ്കിലും നമ്മൾ ഒഴിച്ച് കൊടുക്കണം. മാവ് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് വേവാനായിട്ട് വെക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും ഇത് വേകണം. അതവിടെ ഇരുന്ന് വേകട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 15-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഒട്ടുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടില്ല. നന്നായിട്ട് ചൂടാറി നല്ല തണുത്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്കിത് ഈ പ്ലേറ്റിൽ നിന്ന് നമുക്ക് മാറ്റാവുള്ളൂ. അല്ല എങ്കിൽ ഇത് ഇങ്ങനെ ഒട്ടി അതിങ്ങനെ എല്ലാം മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇരുന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ നല്ല തണുത്ത്, നമുക്ക് തൊടുമ്പോൾ അറിയാം നല്ല ചൂടെല്ലാം പോയി നല്ല തണുത്തിരിക്കുകയാണ്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. കണ്ടോ, ഇതിങ്ങനെ അങ്ങ് പോന്നു, നന്നായിട്ട് അതിങ്ങനെ മുഴുവനും ഇങ്ങി പോകുന്നു. റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. 4 മണിക്കൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് വട്ടയപ്പം. കുഞ്ഞുങ്ങൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.